ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് മെയിനായിട്ട് പറഞ്ഞ വർക്ക് എന്ന് പറഞ്ഞാൽ ബാറ്ററി ചെക്കപ്പ്. വണ്ടി സെൽഫ് എടുക്കുള്ള സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. ജനറലായിട്ട് സർവീസ്, ആക്സിലേറ്ററിന് വെച്ചൊരു ഫ്രീ പ്ലേ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് നടത്തുക, ഹാൻഡിൽ തിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എയർ ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കേബിളിൻ്റെ ഒരു ഫ്രീ പ്ലേ, അത് ശരിക്കും പ്ലേ ഒരല്പം കൂടുതലായിരിക്കണം. നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് പ്ലേ ഇടണം നമുക്ക് എന്തെങ്കിലും, കാരണം അല്ലെങ്കിൽ ആക്സിലേറ്റർ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഹാൻഡിൽ തിരിക്കുമ്പോഴൊക്കെ റൈസ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരല്പം പ്ലേ നമ്മൾ നിലവിലിടും. ആ കാര്യമായിട്ട് കൂടുതലായിട്ടുണ്ടായത് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ്, പുതിയ ഓയിലാണ് കേട്ടോ. ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിലവിൽ വേറെ ഒന്നും ചെയ്യേണ്ട. പിന്നെ നമുക്ക് പറഞ്ഞാൽ പീരിയോഡിക് സർവീസ്, ജനറൽ ആയിട്ടുള്ള സർവീസിന് നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്ക് ബ്രേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഗിയർ ഓയിലൊക്കെ നല്ല ഓയിലാണ്. എയർ ഫിൽറ്ററിന്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്. ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. അതേപോലെ തന്നെ ക്ലച്ച് സൈഡും നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചതാണ്. അപ്പം ക്ലച്ചൊക്കെ നല്ല ഫ്രഷാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർവീസ് കഴിഞ്ഞ് പോയിട്ട് കാര്യമായിട്ടുള്ള ഉപയോഗം നമ്മുടെ വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടണുള്ളൂ, അതിനുള്ള കേസുള്ളൂ. പക്ഷേ ജനറലായിട്ട് സർവീസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് അയക്കണം. സാധാരണ സർവീസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതും പ്രകാരം നമ്മൾ എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റാണ്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിന്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല. ആക്സിലേറ്റർ കേബിള്, ചോക്കിന്റെ കേബിള് രണ്ടും വേറെ പ്രോബ്ലം ഇല്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലൈന്റ് കാണുന്നില്ല. സാധാരണ അങ്ങനെ ഉപയോഗം കുറവുള്ള വണ്ടിക്ക് കാർബറേറ്റർ പെട്ടെന്ന് കംപ്ലൈന്റ് വരാറുണ്ട്. കാരണം ഓവർഫ്ലോന്റെ കംപ്ലൈന്റ്, മിസ്സിങ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും കാണിക്കാറുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് അത് നിലവിൽ ഇപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ. മെയിനായിട്ട് ഓവർഫ്ലോന്റെ പ്രശ്നം വന്നാലാണ് നമുക്ക് പേടിക്കേണ്ടതുള്ളൂ. കാർബറേറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും. പ്രത്യക്ഷത്തിൽ ഇതുവരെ നമ്മുടെ വണ്ടിക്ക് ആ കംപ്ലൈന്റ് കാണിച്ചിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും വരാം. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ E20 എന്ന് പറയുന്ന പെട്രോളാണ്. 20% എത്തനോളാണ് അതിനകത്ത്. അതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് മൂലം നമ്മുടെ വണ്ടികൾ കംപ്ലൈന്റ് ആവുന്നത് കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ് ഇപ്പോഴത്തെ. അപ്പൊ അത് നിലവിൽ നമ്മുടെ വണ്ടിക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അയക്കുന്നുണ്ട്, അയച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കേബിളുകളൊക്കെ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി. ഫ്രണ്ടിലത്തെ ടയറിലെ എയറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിടാം. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. സെൽഫ് എടുക്കാത്തതിന്റെ മെയിൻ കംപ്ലൈന്റ് ബാറ്ററിയാണ് കേട്ടോ. 2023 ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. 2023 ആണ്ടിൽ വെച്ചാണ് ബാറ്ററിയാണ്. വോൾട്ട് നോക്കുമ്പോൾ 12.45 47 ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോണ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് വർക്കാവും, ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ. പക്ഷെ സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററി കംപ്ലൈന്റ് കാണിക്കും. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോ നിലവിൽ ഇപ്പൊ 12.47 ഉണ്ട്. ഇപ്പൊ ബാറ്ററി ത്രൂ ഔട്ട് എടുത്താണ് ബോഡി ചെക്കിങ് നടത്തുന്നത്. സെൽഫ് അടിക്കുമ്പോൾ ബാറ്ററിന്ന് എത്രത്തോളം പവർ എടുക്കും, അതേപോലെ നമ്മളിപ്പോൾ ടെസ്റ്റർ വെച്ചിട്ട് അതൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 8.5 വോൾട്ടിൽ താഴേക്ക് പോകരുത്. 8.5 വോൾട്ടിൽ താഴേക്ക് പോകുമ്പോൾ അത് കംപ്ലൈന്റ് ആയിട്ട് വരും. അപ്പൊ നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് വിടാണ് എന്താണ് നമ്മുടെ ബാറ്ററിയുടെ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലോഡ് കൊടുക്കുന്ന സമയത്ത് പോകുന്നുണ്ടോ 4 വോൾട്ട് 4.97 വന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ ലൈഫ് തീർന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചാർജിൽ ഇട്ടാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് കൂടി വന്നു കഴിഞ്ഞാൽ 1-2 ദിവസങ്ങളാണ് നമുക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെയാണ് നമുക്ക് ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അത് നമുക്കൊരു പരിഹാര മാർഗ്ഗമല്ല. അത് എപ്പോഴും നമുക്ക് ബാറ്ററി അങ്ങനെ കംപ്ലൈന്റ് കാണിച്ചാൽ ബാറ്ററി മാറ്റി പുതിയത് വെക്കാം. അത് തന്നെയാണ് ഒരു ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം നിലവിൽ ജനറൽ ആയിട്ടുള്ള സർവീസാണ് ഉള്ളൂ മെയിനായിട്ട്. അതിനകത്ത് ബാറ്ററി നമുക്ക് മാറ്റിയിടണം. പിന്നെ വാട്ടർ സർവീസ് ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് നിലവിലുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഏകദേശം നമുക്കൊരു 6:30-7 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഓക്കെ.